പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 25:3 പറയുക, കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭഗ്നാശരാകാതിരിക്കട്ടെ. കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു മക്കളും ഭഗ്നാശരായി പോകാതെ നിരാശരായി പോകാതിരിക്കട്ടെ എന്നാണ് കർത്താവിൻ്റെ തിരുവചനം പറയുന്നത്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ കാരുണ്യത്തിനായി, കർത്താവിൻ്റെ വരവിനായി, കർത്താവിൻ്റെ കൃപയ്ക്കായി നമ്മൾ കാത്തിരിക്കണം. കാത്തിരുന്ന കർത്താവിൽ നിന്ന് നമ്മൾ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് തയ്യാറാകണം. ഒരു സഹോദരൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ വിവാഹം നടക്കുന്നില്ല. ഞാൻ ചോദിച്ചു, പ്രാർത്ഥിക്കാറുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ കർത്താവിനോട് എന്തെല്ലാം ചോദിച്ചോ, ഞാൻ എന്തെല്ലാം വിഷയം വെച്ച് ചോദിച്ചോ അതിൽ മിക്കതും എനിക്ക് ലഭിച്ചു. വീടില്ലായിരുന്നു, എനിക്ക് വീട് ലഭിച്ചു. ജോലിയില്ലായിരുന്നു, ജോലി ലഭിച്ചു. വാഹനമില്ലായിരുന്നു, വാഹനം ലഭിച്ചു. വിവാഹം മാത്രം നടന്നിട്ടില്ല. വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം എൻ്റെ ദൈവം എനിക്കത് ചെയ്തു തരുന്നില്ല. ഞാൻ എത്ര നാളായിട്ട് പ്രാർത്ഥിക്കുന്നു, എത്രയോ നാളായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ആ വിവാഹത്തിൻ്റെ കാര്യം മാത്രം ദൈവം നടത്തി തന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ബൈബിൾ ഇപ്പം ഞാൻ എടുക്കാറേയില്ല. ആ ബൈബിൾ ഞാൻ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുക. മറ്റേത് ഞാൻ എപ്പോഴും മാറോട് ചേർത്ത് വെച്ച് വചനങ്ങൾ വായിച്ച് വചനത്തെ ധ്യാനിച്ച് ഇങ്ങനെ ഉറക്കത്തിലും ഊണിലും എല്ലാം കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് നടന്നു. ഈ മകൻ്റെ എല്ലാ ആവശ്യങ്ങളും പല കാര്യങ്ങളും നടത്തിക്കൊടുത്തു. പക്ഷെ ഒരു കാര്യം നടക്കാതെ വന്നപ്പോൾ, ഒരു കാര്യത്തിന് അല്പം വൈകിയപ്പോൾ അവൻ ബൈബിൾ മാറ്റി വെച്ചിട്ട് അതിനെ കാണുന്നത് ഇഷ്ടമല്ല, പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയാൻ ഇടയായി തീർന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ കാത്തിരിക്കണം. കർത്താവിനെ കാത്തിരുന്നാൽ നിൻ്റെ ജീവിതത്തിൽ നീ കാത്തിരിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ നിനക്ക് യാതൊരു തടസ്സവും ഉണ്ടാകത്തില്ല. ഇപ്പോൾ നിനക്ക് കുറേ നിരാശ ഉണ്ടാകാം. നീ കാത്തിരുന്ന് മടുത്തുപോയെന്നൊക്കെ പറയാം. അതല്ലെങ്കിൽ മറ്റുള്ളവർ നിന്നെ പരിഹസിച്ചെന്ന് വരാം. എൻ്റെ ജീവിതം മതിയായെന്ന് പറയാം, തീർന്നാ മതിയായെന്ന് പറയാം. പക്ഷേ നീ കർത്താവിനെ കാത്തിരുന്നാൽ നിനക്ക് വൈകി വരുന്ന ഒരു അനുഗ്രഹമുണ്ട്. ആ വൈകി വരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ പിന്നിൽ വലിയ നീ ചിന്തിക്കുന്നതിനേക്കാൾ അധികമായ കൃപ അതിനകത്തുണ്ടാകും. അതിനകത്ത് നന്മയുണ്ടാകും, നല്ലതായി മാറും. അതിനാണ് ദൈവം വൈകിക്കുന്നത്. ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്നത് ആ ക്ഷണത്തിൽ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കാര്യം നടന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണം. സ്തോത്രം, ഹല്ലേലൂയ. സഹോദരങ്ങളെ, വൈകി വരുന്നതൊന്നും ദോഷമായി പോകത്തില്ല. നിനക്ക് വൈകി എന്ന് പറഞ്ഞ് നീ വിശുദ്ധ ബൈബിൾ ഇട്ടപ്പോൾ നീ ഓർക്കണം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ഓർക്കണം. അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോഴാണ് അവന് തലമുറയിൽ വാഗ്ദാനം ലഭിക്കുന്നത്. പക്ഷേ 25 വർഷവും അദ്ദേഹം കാത്തിരുന്നു. 100ാമത്തെ വയസ്സിലാണ് തലമുറയിൽ ലഭിച്ചത്. എന്നാൽ അതില്ലാതെ കേത്തുറയിൽ നിന്ന് ജനിച്ച വേറെ 7 മക്കളുണ്ട്. പക്ഷേ ആ മക്കളൊന്നും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് ബൈബിളിലൊക്കെ ഉണ്ട്, ഓരോരുത്തരുടെ പേരൊക്കെ ഉണ്ട്. പക്ഷേ അവരൊന്നും അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടില്ല. അബ്രഹാമത്തിലും സാറായിലും വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിച്ചു. ദൈവം വാഗ്ദാനം പറഞ്ഞു. ആ വാഗ്ദാനം ലഭിക്കുവോളം അവർ കാത്തിരുന്നു. 25 വർഷം കാത്തിരുന്നപ്പോഴാണ് അവർ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചത്, ഇസഹാക്കിനെ നൽകി അനുഗ്രഹിച്ചത്. ഇസഹാക്ക് മൂലം ഈ നമ്മുടെ ഗോത്രപിതാക്കന്മാർ ജനിക്കാൻ കാരണമായി തീർന്നത് വൈകി വന്ന തലമുറയിൽ നിന്നാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടാൻ വൈകി, അതുകൊണ്ട് എൻ്റെ വിശുദ്ധ ബൈബിള് ഞാൻ എടുക്കത്തില്ല, ആ കർത്താവിനെ ഞാൻ വിളിക്കത്തില്ല എന്ന് പറയുമ്പോൾ നിന്നെ ഒരു കുഴി കൊണ്ടിടാനോ നീ ഒരു നാശത്തിൽ പോകാനോ ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് ശ്രേഷ്ഠമായത് തരുവാൻ, നിനക്ക് ശ്രേഷ്ഠമായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ദൈവം നിന്നെ വിളിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം യെശയ്യാ 30:18, കർത്താവ് നിന്നോട് ഔദാര്യം കാണിക്കാൻ കാത്തിരിക്കുന്നു. നിന്നോട് ഔദാര്യം കാണിക്കാൻ, നിന്നോട് കാരുണ്യം കാണിക്കാൻ, നിന്നെ സഹായിക്കാൻ കർത്താവിൻ്റെ സമയത്തിനു വേണ്ടി നീ കാത്തിരുന്നാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുക. പക്ഷേ ഇത് ലഭിക്കാതെ വരുമ്പോൾ, പിശാച് കൊണ്ടിരുന്ന കുറേ നിരാശ വരുമ്പോൾ നീ വിശുദ്ധ ബൈബിൾ എടുത്ത് കളയും.
പക്ഷേ നീ ഓർക്കണം, നിനക്ക് മറ്റെല്ലാ കാര്യങ്ങളും നടത്തി തന്ന ദൈവം ഇനി നിനക്ക് അനേക കാര്യങ്ങൾ നടത്തി തരാനുണ്ട്. നിന്നെ ശ്രേഷ്ഠമായ സ്ഥാനത്തിരുത്താനുണ്ട്, നിന്നെ ഉന്നതമായ നിലയിലേക്ക് കൊണ്ടുപോകാനുണ്ട്. നിന്നെ ഒരു വിശുദ്ധ ജനമായി, നിനക്ക് വിശുദ്ധയായ ജീവിത പങ്കാളിയെ കിട്ടണം. അങ്ങനെ നിനക്ക് നല്ല തലമുറ ലഭിക്കണം. ആ തലമുറ 1000 തലമുറ വരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറാൻ എൻ്റെ ദൈവം പ്ലാൻ ചെയ്തിട്ടാണ് നിന്നെ വിളിക്കുന്നത്. അത് ലഭിക്കുമ്പോഴാണ് നീ കാത്തിരിക്കേണ്ടത്. പക്ഷെ കാത്തിരിക്കാൻ മനസ്സില്ല. അതുകൊണ്ട് ബൈബിൾ നീക്കി മാറ്റിയെന്ന് പറഞ്ഞു. എനിക്ക് വളരെ വേദനയും സങ്കടവും വിഷമവും ഒക്കെ തോന്നി. കാരണം ദൈവനാമത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞൊക്കെ കർത്താവ് ചെയ്തു കൊടുത്തു. പക്ഷേ ഇത് വൈകുമെന്ന് പറഞ്ഞപ്പോൾ ആ വൈകുന്ന കാത്തിരിക്കാനുള്ള മനോഭാവവും ആ സഹോദരൻ ഇല്ലാതായിപ്പോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ വീണ്ടും നീ കർത്താവിൻ്റെ സന്നിധിയിൽ അനുതപിച്ചിട്ട് വേദപുസ്തകം, വിശുദ്ധ ബൈബിൾ നീ കയ്യിലെടുക്കുക, നീ പ്രാർത്ഥിക്കുക, നിനക്ക് ദൈവം അനുയോജ്യമായ ജീവിത പങ്കാളിയെ തരും എന്ന് പറഞ്ഞു. മാത്രമല്ല, നീ കർത്താവിന് വേണ്ടിയിട്ട് വേല ചെയ്യാൻ പറഞ്ഞു, നീ കർത്താവിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ പറഞ്ഞു, കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കടന്നു വരാനായിട്ട് ഇടയായിത്തീരുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. നമുക്ക് ഈ ഭൂമിയിലുള്ള വീട്, കാറ്, ജോലി, അതുപോലെ വിവാഹം, ഇതൊന്നും അല്ല നമുക്ക് ലക്ഷ്യം വയ്ക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്, തമ്പുരാൻ അറിയാം. പക്ഷേ അതിനപ്പുറം നിനക്ക് സ്വർഗരാജ്യമെന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നീ കടന്നു പോകാനുണ്ട്. നീ ചിന്തിക്കാനുണ്ടായിട്ടുണ്ട്. നിനക്കിവിടെ അല്പകാലമേ ഉള്ളൂ. ഈ അല്പകാലം കഴിയുമ്പോൾ നീ തമ്പുരാൻ്റെ അടുക്കലേക്ക് പോകേണ്ടി വരും. അപ്പോഴേക്കുള്ള നീ കാര്യങ്ങൾ സ്വരുക്കൂട്ടണം. നീ പാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നെല്ലാം മാറി ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നീ മനസ്സ് വെച്ച് അതിനായിട്ടാണ് നീ ഒരുങ്ങേണ്ടത്. അതിനായിട്ട് നീ ശ്രദ്ധ വയ്ക്കുമ്പോൾ നിൻ്റെ എല്ലാ കാര്യങ്ങളും സർവ്വസ്വ ദൈവം നടത്തി തരാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച ഉടനെ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നീ നിരാശപ്പെട്ടു പോകണ്ട. കർത്താവ് നിനക്ക് ശ്രേഷ്ഠമായ തരും. അതിനു വേണ്ടിയിട്ട് നീ കാത്തിരിക്കണം. നീ പ്രാർത്ഥിച്ച് നിരാശപ്പെടേണ്ടവനല്ല, നീ കർത്താവിൻ്റെ അടുക്കലേക്ക് കാത്തിരിക്കേണ്ടതാണ്. കർത്താവിൻ്റെ സന്നിധി കാത്തിരിക്കണം. നിങ്ങൾ ഓർത്ത് നോക്കുക, യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനാകുന്നതിന് മുമ്പ്, കന്യകാ മറിയത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ബെസൈദ കുളക്കരയിൽ ഒരു രോഗി കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനാകുന്നതിന് മുമ്പ്, മറിയത്തിൽ ജനിക്കുന്നതിന് മുമ്പ് 38 വർഷമായി ബെസൈദ കുളക്കരയിൽ ഒരു തളർവാദ രോഗി കിടപ്പുണ്ട്. അവനെ കുളത്തിലിറക്കാൻ ആളില്ല. അവന് ഇറക്കാൻ ആളില്ലാതെ വിഷമിക്കുമ്പോൾ അവനെ കുളത്തിലിറക്കാതെ തന്നെ സൗഖ്യപ്പെടുത്തുവാൻ ഒരു രക്ഷകൻ വരാനുണ്ടായിരുന്നു. അവൻ കാത്തിരിക്കണമായിരുന്നു. അത് 38 വർഷം കാത്തിരുന്നു. 38ാമത്തെ വർഷം അവൻ കുളത്തിലിറങ്ങാതെ യേശു വന്ന് പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു. നീ എഴുന്നേൽക്കുക, നിന്റെ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞ ദൈവം നിന്നെ കഷ്ടപ്പെടുത്തുന്ന ദൈവമല്ല. ആ ദൈവത്തിന് നീ കുളത്തിലിറങ്ങേണ്ടി വന്നില്ല. ഹല്ലേലൂയ. കുളത്തിലിറക്കാതെ തന്നെ കർത്താവ് അവനെ സൗഖ്യപ്പെടുത്തി. ആ കുളക്കരയിൽ കിടന്ന മകന് വെള്ളത്തിൽ ആരും ഇറക്കാനില്ലെന്ന് പരാതി പറയുക. പക്ഷെ അവന് അങ്ങനെ സൗഖ്യപ്പെടുത്താനല്ല ദൈവം ആഗ്രഹിച്ചത്. അവനെ കുളത്തിലൊന്നും ഇറക്കണ്ട, കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. അവൻ ആ ക്ഷണത്തിൽ കിടക്കയെടുത്ത് നടക്കാനിടയായി തീർന്നു. അപ്പോൾ ആ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അതെല്ലാം കർത്താവ് ചെയ്തു കൊടുക്കാനിടയായി തീർന്നു. അതുപോലെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിരാശകൾ കൊണ്ടിട്ടിരുന്ന പിശാചിൻ്റെ വാക്കിൽ കേട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും കർത്താവിൻ്റെ സന്നിധിയിൽ ഭക്തിയോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, കർത്താവിനെ വിളിച്ചിട്ട് ആരാണ് ഭഗ്നാശരായെന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത് പോലെ നിങ്ങളാരും നശിച്ചു പോകാൻ എൻ്റെ ദൈവം ഇടയാക്കത്തില്ല. സഹോദരങ്ങളെ, കർത്താവിനെ വിളിച്ച് ആരും നിരാശപ്പെട്ടു പോകുകയോ അവൻ നശിച്ചു പോകുകയോ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഒന്നുമില്ലാത്ത സീറോയിലിരുന്ന ഭൂമിയിൽ ഒന്നുമില്ലാതിരുന്ന മക്കൾ പോലും ഇന്ന് ഉന്നതമായ നിലയിലെത്തിയിട്ടുണ്ട്. അത് മറ്റൊരു വഴിയിലല്ല, ആരെയും പിടിച്ചു പറിച്ചിട്ടല്ല, മോഷണം നടത്തിയിട്ടല്ല, പലിശ കൊടുത്തിട്ടല്ല, കവർച്ച ചെയ്തിട്ടല്ല. നിനക്കൊന്നിനും കുറവില്ലാത്ത വിധം കർത്താവ് നിന്നെയും പരിപാലിക്കും. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലൂടെ നടന്നാൽ, കർത്താവിൻ്റെ ഹിതപ്രകാരം നീ പോയാൽ നിനക്ക് വലിയ കാര്യങ്ങൾ എൻ്റെ ദൈവം ചെയ്തു തരാൻ തക്കണിടയായിത്തീരും. അബ്രഹാമത്തെ പോലെ, ബെസൈദ കുളക്കരയിൽ കിടന്ന രോഗിയെപ്പോലെ, ഹന്നയെപ്പോലെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധി കാത്തിരിക്കണം. തൻ്റെ കുഞ്ഞിന് വെള്ളം കുടിക്കാനില്ലാതെ വിഷമിച്ച മരുഭൂമിയിൽ നടന്നപ്പോൾ കർത്താവിനെ കാത്തിരുന്നു ഹാഗാറൊക്കെ.
ഹാഗാർ കർത്താവിനെ കാത്തിരുന്നു. ഹാഗാർ കാത്തിരുന്നതിൻ്റെ ഫലമായിട്ട് മരുഭൂമിയിൽ നീരുറവ തുറന്നു കൊടുത്ത ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ തക്കനിടയായിത്തീരും. സർവ്വസ്നായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.